എന്താ എല്ലാവരും നോക്കുന്നത്? ഇതൊന്നിന്റെയും തുടക്കമല്ല. ഞാൻ ഒന്നിന്റെയും വക്താവുമല്ല. എങ്കിലും അനന്തമായ നിഗൂഢതകളുടെ ഖനികളും പേറി പിണഞ്ഞു കിടക്കുന്ന ഈ ജീവിത വഴികളിലെ യാത്രയിൽ നിങ്ങളോടൊപ്പം അല്പനേരം ഞാനും, അല്ല ഞങ്ങളുമുണ്ട്. ഞാൻ ആരാണെന്നല്ലേ, എന്നോടൊപ്പം ഉള്ളതാരൊക്കെയാണെന്നല്ലേ പറയാം. ഞാനൊരു കഥയെഴുത്തുകാരനാണ്. അല്ല, ജീവിതമാണ് ഞാൻ എഴുതുന്നത്. എവിടെ നിർത്തണമെന്നറിയാതെ, ആരെ മാറ്റണമെന്നറിയാതെ. പിന്നെ കൂടെയുള്ളവർ, അവർ വരും ഒന്നൊന്നായി കൂട്ടമായി ജീവിതരംഗത്തിലെ വേഷങ്ങൾ ആടി തീർക്കുവാൻ. രാവിലെ എത്തിയോ സാഹിത്യ പൊങ്കവൻ? ഇയാൾ ആരാണെന്നാ നിങ്ങളോട് പറഞ്ഞത്? എഴുത്തുകാരനോ? കഴുകാത്ത ഒരു ജൂബയും കളസവും മൂട്ട കയറിയ ഒരു സഞ്ചിയും പിന്നെ മഷി പടർന്ന കുറെ പേപ്പറും ഉണ്ടെങ്കിൽ ആരെങ്കിലും എഴുത്തുകാരനാകുമോ? ശാവം, ഒരു പണിയില്ലാതെ നടക്കുക. വരുന്ന കണ്ടില്ലേ? കണ്ടാ നല്ല മാന്യന്മാരാ, വലിയ ജോലിക്കാരാണെന്ന് തോന്നും. കുടുംബം കലക്കാനുള്ള പോക്കാ. ഈ കട ഇനി എന്നാണോ തുറക്കുന്നത്? തുറന്നായിരുന്നെങ്കിൽ കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യക്കാർ ഒരുപാടുണ്ടെന്നേ. ആവശ്യക്കാർ, അവർക്ക് വേണ്ടിയാണല്ലോ എല്ലാ കച്ചവടങ്ങളും ആരംഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ഇനി ഇവിടെ വരേണ്ടത് ഒരു മൾട്ടിമീഡിയ ഷോപ്പാണ്. അതെന്താ ഈ മൾട്ടിമീഡിയ? ഞാൻ നോക്കിയിട്ട് ഒരു മൊബൈൽ കടയാ നല്ലത്. ഞാനും അത് തന്നെയാ പറഞ്ഞത്. മൊബൈലും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ. അത് വേണ്ട കവി, ഇതൊക്കെ ഈ നാട്ടുകാരെ തലക്ക് പിടിച്ചാൽ അവർ പിന്നെ ഞങ്ങളുടെ കടയിൽ വരാതാവും. മാറ്റം അനിവാര്യമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അവ മാറ്റുവിൻ നിങ്ങളെ തന്നെ എന്നാണല്ലോ. താൻ ആദ്യം തന്റെ ആ ജുബ എന്ന് മാറ്റ്, പിന്നെ ആകട്ടെ ബാക്കിയല്ല. ഇവന്മാരെ മനസ്സിലായില്ലേ? പഠിക്കാനാണെന്നും പറഞ്ഞു രാവിലെ പോകും, വൈകിട്ട് വരും. എവിടെ പോകുവാണോ എന്തോ. നമ്മളെയൊക്കെ വലിയ പുച്ഛമാ. നിർത്തടോ. അറിവിലൂടെ മാത്രമേ ഈ ഇരുളിനെ നീക്കുവാൻ കഴിയൂ. നാളെയുടെ വെളിച്ചമാകാൻ, അറിവിന്റെ കിരണമാകാൻ പോകുന്ന മൺവിളക്കുകളാണിവർ. അറിവ് കിട്ടി തന്റെ കൂട്ടാകുന്നത് നല്ലതേ, പഠിക്കാതിരിക്കുന്നതാ. കുപ്പിതാടോ. തന്റെ അഹങ്കാരം എന്നോട് കാണിക്കരുത്, കേട്ടോ? കട ഇപ്പം തുറന്നേ ഉള്ളൂ, താൻ അവിടെ നിന്ന് നിൽക്കും. വലിക്കുന്നോ? വേണ്ട. ഇത് ശശി, ഇവിടുത്തെ ഒരു പ്രധാന ജലസംഭരണിയാണ്. വലിയ സാറാവാൻ പോവല്ലേ? പഠിച്ചേ നീ എന്നെപ്പോഴായ മതി, കേട്ടോ? അപ്പോഴേ അവന് സ്കൂളിൽ പോണല്ലോ. ഇവിടെ വാടാ, ഇങ്ങോട്ട് തിരിയടാ. അവന്റെ ഒരു ബാഗ്. താൻ എന്തായി കാണിക്കുന്നത്? താനൊക്കെ ഒരു മനുഷ്യനല്ലതായോ? ജീവിതത്തിന്റെ ചിന്തകൾക്ക് മേൽ പ്രകൃതിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയതുപോലെ. ചെവിക്കലിന് അടി കൊണ്ടിട്ട് മനസ്സിലാക്കാൻ വയ്യാത്തവനാ അറിവിന്റെ നിറകുടം. എന്താണ് ഇവിടെ? ഓളോ മദ്യത്തിന് മനുഷ്യനെ നശിപ്പിക്കുവാനേ കഴിയുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നോക്ക്, ആത്മാവ് പോലെ വന്നവനാ. ഇപ്പം കണ്ടില്ലേ ചോരയും നീരുള്ള മനുഷ്യനായത്? താൻ പറഞ്ഞത് ശരിയാ. ചോരയും വരുന്നുണ്ട്, അങ്ങുഞ്ഞൊക്കെ നീരും വെച്ചിട്ടുണ്ട്. ഒഴിക്കട്ടെ? വലിക്കുന്നോ? ഇല്ല ചേട്ടാ, ഈ കട വാടകയ്ക്കാരാവെന്ന് മുതലാളി പറഞ്ഞു. ലൊക്കേഷനൊക്കെ ഒന്ന് കാണാൻ വന്നാ. കൊള്ളാം. മദ്യവുമായി മയക്കുമരുന്നുമായി ഇനി വേണ്ടത് വിരൽത്തുമ്പിൽ ലോകം തുറക്കുന്ന, ഈ ലോകത്തുനിന്നും മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിവര സാങ്കേതിക വിദ്യയുടെ മായാജാലകമാണ്. നോക്കട്ടെ. അവന്റെ വാക്കുകൾക്ക് കാരിരുമ്പാണിയുടെ മൂർച്ചയില്ലേ? ഉണ്ട്. കാലിൽ ആണിരോഗമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇതാണ് ലാസ്റ്റ് വണ്ടി. ഒരു ശല്യവുമില്ല. വരിക, വാങ്ങുക, പോവുക. എഴുത്തു മതി, ഞങ്ങൾ പോവാ. ഒരു പണിയില്ല, നീക്ക് എന്ത് ചെയ്യാനാ?
ശശിയുടെ വീട്. മോനെ ഇന്നാ ചോറ് കഴിക്കണോ? ചോറ് എടുക്കടി. ഇന്നാ ചോറ്. അയ്യോ അമ്മേ, അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. അയ്യോ അയ്യോ, അടിക്കല്ലേ, അടിക്കല്ലേ. മോനെ വെള്ളം, മോനെ വെള്ളം, വെള്ളം, വെള്ളം. അമ്മേ, അമ്മ എന്നാ വെള്ളം. മാറടാ, അവക്ക് വെള്ളം ഞാൻ കൊടുക്കാം. അയ്യോ വേണ്ട, 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 അയ്യോ വേണ്ട. അച്ഛാ, അയ്യോ വേണ്ട അച്ഛാ. ഇവിടെ വാടാ, എന്നാ പിന്നെ നീ കുടിക്കടാ, കുടിക്കടാ. അച്ഛാ, അയ്യോ വേണ്ട അച്ഛാ, കുടിക്കടാ. അയ്യോ വേണ്ട. അയ്യോ വേണ്ട, കൊടുക്കരുത്, ഇവന് വിഷം കൊടുക്കരുത്, അവന്റെ ജീവൻ നശിപ്പിക്കല്ലേ. വേണ്ട, കൊടുക്കരുത്, കൊടുക്കരുത്. അപ്പൊ ഈ വിഷം കഴിച്ച് ഞാൻ ചാവട്ടെന്നല്ലേ നിന്റെയൊക്കെ മനസ്സിരിപ്പുള്ള? വാടി ഇവിടെ. കുടിക്കടാ, കുടിക്കടാ. അച്ഛൻ പകർന്നുകൊടുത്ത ലഹരിയുടെ വിത്തുകൾ ആ ബാലനെ മറ്റൊരു മനുഷ്യനാക്കി. ഇന്നവൻ ഏറ്റവും ആവശ്യം ലഹരിയാണ്. പറയാൻ ഏറെയുണ്ട്, പക്ഷേ കഴിയുന്നില്ല എനിക്ക്. ഈ കഥ ഇന്നിവിടെ നിർത്തണം. ഇതൊരു മനുഷ്യന്റെ കഥയല്ലാതായി മാറുന്നതിന് മുമ്പ്. മാറി നിക്കട ചക്ക, ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ കച്ചവടം ഉള്ളൂ. എനിക്കിതാ, ഞാൻ ഇന്നലെ വന്നല്ലേ നിങ്ങളോട് ചോദിച്ചല്ലേ, എനിക്ക് വേണം. പറയാൻ മറന്നു, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ അടച്ചിട്ടിരുന്ന ഈ കടയുടെ ഉദ്ഘാടനമാണ്. അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യനെ എത്തിക്കുന്ന സ്വപ്നപേടകങ്ങൾ ഇന്നു മുതൽ യാത്ര ആരംഭിക്കും. അതെ അതെ, ഈ കടയുടെയൊക്കെ മുതലാളി വന്ന ഉടനെ ഉദ്ഘാടനം നടത്തും. എടാ, എന്തുവാടാ ഇവിടെ? പോടാ വീട്ടിൽ. ആണോ? ഏതാനും നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മുടെ മുതലാളി ഈ കടയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ഇവനാണോ മുതലാളി? അതെ, നല്ല കാത്ത പൂശ. അല്ല, പൂത്ത കാശ. ഓരോ ദിവസത്തെയും കളക്ഷനാണ് വൈകിട്ട് വന്ന് മേടിച്ചോണ്ട് പോകുന്നത്. അവൻ കടയിൽ സാധനം എടുക്കുക. നീ കടയിൽ നിന്ന് മോഷ്ടിക്കും അല്ലേടാ? ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് ചോദിച്ചല്ലേ, എനിക്ക് കിട്ടിയേ പറ്റൂ, അത്രേ ഉള്ളൂ. അതിന് നീ മോഷ്ടിക്കുകയാണോ ചെയ്യുന്നത്? അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. മാറി നിക്കടാ, മാറി നിക്കാൻ. അയ്യോ, അവനൊന്നും ചെയ്യല്ലേ, എന്റെ മോനൊന്നും ചെയ്യല്ലേ. അയ്യോ, എന്റെ മോനെ, അയ്യോ, എന്റെ മോനൊന്നും ചെയ്യല്ലേ. ശശി, ഇവൻ തന്നെ പുന്നാര മോനാണല്ലേ, മര്യാദക്ക് വളർത്തിക്കോണം. എന്റെ മോനെ, എന്റെ മോനെ, എന്റെ മോനെ രക്ഷിക്കണേ, എന്റെ മോനെ രക്ഷിക്കേ, എന്റെ മോനെ രക്ഷിക്കാൻ പറ. മോനെ എന്ത് പറ്റി? എന്റെ മോനെ, എന്റെ മോനെ എന്ത് പറ്റി? മോനെ, 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 എന്റെ മോനെ.
നിങ്ങളെ ഈ നശിച്ചുകൂടിയ എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയേ. എന്റെ മോനെ മോനെ മോനെ. ഡോ ഡോ ഇവനെ നമുക്ക് രക്ഷിക്കണം. ഇവനോട് കിടന്ന് മരിച്ചു പോവും. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ? താനൊന്ന് പോടോ. തനിക്കെന്താണോ അവിടെ കാര്യം? പോടോ. നിങ്ങളല്ലേ ഇതിന് ഉത്തരവാദി? നിങ്ങളല്ലേ അവന്റെ ജീവിതം നശിപ്പിച്ചത്? നിങ്ങളല്ലേ അവന് മദ്യം ഒഴിച്ചു കൊടുത്തത്? പോടോ അവിടുന്ന്. അവന്റെ ജീവിതം നശിപ്പിച്ചത് ഞങ്ങളല്ല, അവന്റെ അച്ഛനാ. ഒരു സന്തോഷ വാർത്ത. നമ്മുടെ പ്രിയങ്കരനായ മുതലാളി തന്റെ പുതിയ കടയിൽ നിന്നും ആദ്യത്തെ കച്ചവടം തികച്ചും സൗജന്യമായിട്ട് നടത്തുന്നു. ആ സമ്മാനം നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ശശിയേട്ടൻ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് നൽകുന്നതായിരിക്കും. അയ്യോ, എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്ക് എന്റെ മോനെ മതി, എന്റെ മോനെ. ശശി, തനിക്ക് വേണ്ടെങ്കിലും തന്റെ മോന് വേണം. എന്നാലും സമ്മാനം അടിച്ച് കളഞ്ഞല്ലോ. താൻ പറഞ്ഞ പോലെ വേറൊരു ലോകത്തിലേക്ക് പോകാനുള്ള പേടകം തന്നെ ഇത്. ഫോട്ടോ. ലഹരി തന്റെ ബോധം കവർന്നപ്പോൾ താൻ ചെയ്തൊരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഒരിക്കലും അയാൾ കരുതിയിട്ടുണ്ടാവില്ല. മദ്യത്തിന്റെയും ലഹരി മരുന്നുകളുടെയും ഉപയോഗം നമ്മെ മാത്രമല്ല, നാളെയുടെ നാളങ്ങളാകേണ്ട നമ്മുടെ പിഞ്ചോമനകളുടെ ജീവിതം കൂടിയാണ് തകർത്തെറിയുന്നത്. നാം അറിയാതെ അവരിലേക്ക് നീളുന്ന വിഷച്ചാലുകളായി നാം മാറണമോ? ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇനി ഞാൻ നിങ്ങളുടെ അല്ല, നമ്മുടെ കഥയാണ് എഴുതുന്നത്. അബോധ തലങ്ങളിലെ അവ്യക്തമായ കഥകളല്ല, നാളെയുടെ വഴികളിൽ ഇനിയുള്ള തലമുറകൾക്ക് വഴികാട്ടിയാവുന്ന ജീവിത കഥകൾ. കഥകൾ തുടരുന്നു. നന്ദി.